ഒരാഴ്ച കഴിഞ്ഞ വരുന്നല്ലേ പറഞ്ഞു. ഇപ്പൊ എന്തിനാ വന്നേ? ഞാനിപ്പോ വന്നതാ പ്രശ്നം. നീ കാണിച്ചു വിട്ടതല്ലേ? എന്ത്? നീ ഇത് നിർത്തിയിട്ടില്ല രാഹുൽ എന്നോട് പറഞ്ഞ അല്ലേന്നാ? ആ നിർത്തി. എന്നിട്ടാണോ? നിർത്തി. ഇത് നിർത്തി എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മള് നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തത്? എന്താണിത്? ചെലക്കണ്ട. ഇത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടാവില്ല. അവന്റെ ഓരോ ശീലങ്ങൾ. എന്തേലും വന്ന് കഴിച്ചേ? അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ കാണണമെന്നോ നിന്നെ കണ്ട് സംസാരിക്കണമെന്നോ എന്തൊക്കെയോ പറഞ്ഞു. വലിച്ചു കയറ്റിയതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ബോധം വന്നപ്പോൾ വിളിച്ചതായിരിക്കും. രാഹുലേ, നീ ഇറങ്ങിപ്പോക്കേ. അവൾക്ക് എന്നെ കാണാൻ താല്പര്യമില്ല. തന്റെ കഥാപ്രസംഗം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. തന്നോട് വിളിക്കാൻ നോക്കും. അവൾക്ക് നിന്നെ കാണാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയല്ല. നീ ഇറങ്ങിപ്പോ, ഇല്ല ഞാൻ പോലീസിനെ വിളിക്കും കേട്ടോ. എടോ, താൻ പോലീസിനെ ആരാന്ന് വെച്ചാൽ വിളിച്ചോ. ഞാൻ കെട്ടിയതാൽ ഇപ്പോഴും അവളെ കഴുത്തി കിടപ്പുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാനുള്ള റൈറ്റ്സും ഉണ്ട്. കാജോ, നീയേ അവളെ കെട്ടിയണമെന്നില്ല, ഞാൻ അവളുടെ അച്ഛനാ. അച്ഛാ കേറി പൊടി അകത്ത്. രാഹുലെ മതി. അച്ഛനോട് ഞാനാ പറഞ്ഞു നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ലാന്ന്. പിന്നെ നിനക്കെന്താ? കാജു, ഞാൻ ചെയ്തൊരു ചെറിയ തെറ്റിന്റെ പേരിലാണ് നീ ഇപ്പൊ എന്നോട് ഞാൻ സംസാരിക്കുന്നത്. നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? ചെറിയ തെറ്റോ? നീ ചെയ്ത തെറ്റ് എന്താന്നുള്ള ബോധ്യം നിനക്കില്ല. അതിപ്പോ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും താല്പര്യമില്ല. അപ്പൊ തന്തയും മോളും കൂടെ ഒരുമിച്ചാണ്. എടോ, തന്റെ മോളുടെ ജീവിച്ച് 8 വർഷം അവിടെ ഞാൻ കളഞ്ഞേ. എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോലും തന്റെ മോക്ക് പറ്റിയില്ല. അതിന് വേണ്ടിയിട്ട് എത്ര രൂപ ഞാൻ പൊട്ടിച്ചാൽ തനിക്കൊരു വിചാരമുണ്ടോ? ആകാശൊക്കെ നിന്റെ തന്തരുന്ന് ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ എന്നെ ഒഴിവാക്കിയിട്ട് മോക്കങ്ങ് സുഖമായിട്ട് ജീവിക്കാന്നാണ് വിചാരമെങ്കിൽ അത് ഞാൻ ശരിയാക്കി തരാം. എടോ, തൊലിവിടെ ഷോ ഇറക്കല്ലേ? താൻ പറഞ്ഞ 8 കൊല്ലം ഉണ്ടല്ലോ. ഈ 8 കൊല്ലം നിങ്ങൾ വെയിറ്റ് ചെയ്ത കൊച്ചാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതേക്കും. ഇനി മേലെ ഈ പടി ചവിട്ടിയാണല്ലോ. ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്ത് പറ്റി? ഒരു മിനിറ്റ്. അറിഞ്ഞേ. ആ, ഞാൻ വരും. ഞാനിപ്പോ വരാമേ. എടാ ഞാൻ പറയട്ടെ. വന്നിട്ട് സംസാരിക്കാം. മോളെ, അച്ഛൻ ഇപ്പൊ വരാം. എന്തെങ്കിലും വാങ്ങാനുണ്ടോ നിനക്ക്? ഇല്ല, പോയിട്ട്. എന്താ കൊല്ലാൻ വന്നതാ? കാജു, എന്നോട് നീ ക്ഷമാപണമാണെങ്കിൽ വേണ്ട രാവിലെ മതി. കാജു, മനഃപൂർവ്വമല്ലല്ലോ. അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറ്റിപ്പോയതാ. പറ്റിപ്പോയി. നീ ചെയ്ത തെറ്റ് നീ എത്ര ന്യായീകരിച്ചാലും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല രാവിലെ. 8 വർഷം നമ്മൾ കണ്ട സ്വപ്ന നീ ഓരോന്നൊക്കെ വലിച്ചു കയറ്റി ഇല്ലാതാക്കിയത്. നിനക്ക് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോടാ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ എൻ്റെ കുഞ്ഞിപ്പോഴും ഉണ്ടായേനെ. എനിക്കൊന്നും പറയാനില്ല രാവിലെ. ഇറങ്ങിപ്പോ. അച്ഛനെ പോയി പ്ലീസ്.